ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു പക്കോടയാണ് കേട്ടോ. വളരെ ഈസിയായി ബ്രെഡ് വെച്ച് കുറച്ച് വെജിറ്റബിൾസും കൂടെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പക്കോട ഒന്ന് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈസിയായി വളരെ പെട്ടെന്ന് തന്നെ ടേസ്റ്റിയുമായിട്ടുള്ള ഈ പക്കോട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്കപ്പോൾ എങ്ങനെയാണ് റെസിപ്പി ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കപ്പോൾ ബ്രെഡ് പക്കോട ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി ഞാൻ എന്താ ഇവിടെ 3 സ്ലൈസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉണ്ടാവുന്ന ബ്രെഡ് ഉണ്ടല്ലോ, അതെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലത്. അതല്ല നോർമൽ ബ്രെഡ് ഇതാ ഇങ്ങനത്തെ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ഞാനിത് ഇങ്ങനത്തെ പീസ് 2 സ്ലൈസും അതുപോലെ ഇത് ഒരെണ്ണമാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി നിങ്ങളുടെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂവെങ്കിൽ അതെടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ 3 സ്ലൈസ് ബ്രെഡാണ് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതൊന്ന് വെള്ളത്തിലൊന്ന് മുക്കിയെടുക്കണം, നമുക്ക് മുക്കി ഒന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ദാ ഇവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഈ ബ്രെഡ് ഒന്ന് മുക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഈ ടോപ്പ് പോർഷനായ കാരണം കൊണ്ട് തന്നെ ഒരു മിനിറ്റ് ഒന്ന് മുക്കി പിടിക്കണം കേട്ടോ, അപ്പോഴത് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടുകയുള്ളൂ. മറ്റേ സ്ലൈസ് ബ്രെഡാണെങ്കിൽ കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാം. ഇതിപ്പോൾ ദാ ഇങ്ങനെ ആക്കി ഞാനിത് പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് തന്നെ അതിലത്തെ വെള്ളം പിഴിഞ്ഞെടുക്കാം. അതുപോലെ തന്നെ ബാക്കി നമ്മൾ എടുത്തു വെച്ചതാ ഇങ്ങനത്തെ ആവുമ്പോൾ പെട്ടെന്ന് നമുക്ക് മുക്കിയെടുക്കാൻ പറ്റും. ഇതാ ഞാനപ്പോൾ ഇവിടെ ആ 3 സ്ലൈസ് ബ്രെഡും ഇങ്ങനെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇനി നമുക്ക് ചേർക്കാനുള്ളത് 1/4 കപ്പ് മൈദ, അതായത് 60 ml 60 ml കപ്പിൽ 1/4 കപ്പ് മൈദ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 2.5 ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ, ഇത് ടൊമാറ്റോ കെച്ചപ്പാണ്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അത് തന്നെ ഇടാൻ ശ്രമിക്കുക കേട്ടോ, എന്നാലും നമുക്കതിന് നല്ലൊരു കളറും അതുപോലെ തന്നെ ആ ടേസ്റ്റിനും ഒരു വ്യത്യാസം കിട്ടും. നോർമൽ മുളക് പൊടി ഇടുമ്പോൾ ടേസ്റ്റ് ചെറുതായിട്ടൊരു വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അത് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ 1/2 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ അരിഞ്ഞതാണ് കേട്ടോ, അതായത് ഒരു കുഞ്ഞ് ടൊമാറ്റോയുടെ പകുതി പോർഷനാണ് എടുത്തിട്ടുള്ളത്. ഇത് 2 ടേബിൾ സ്പൂണാണ് അരിഞ്ഞപ്പോൾ ഉള്ളത്. ഈ 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് ഇടണമെന്നില്ല കേട്ടോ, സ്കിപ്പ് ചെയ്തോളൂ. അതിന് ശേഷം നമുക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ സവോള ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് കേട്ടോ, തിന്നായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. അതിനുശേഷം ഞാനിവിടെ ക്യാപ്സിക്കം അരിഞ്ഞതാണ് എടുത്തിട്ടുള്ളത്. ഇത് യെല്ലോ കളറും ഉണ്ട് ഗ്രീൻ കളറും ഉണ്ട്, രണ്ടും 1 ടേബിൾ സ്പൂൺ വീതം, അതായത് രണ്ടും കൂടെ 2 ടേബിൾ സ്പൂൺ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതെടുത്താൽ മതി. ഇതിപ്പോൾ ഒന്ന് കളർഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ യെല്ലോയും കൂടി ഇട്ട് കൊടുത്തത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഉപ്പും കൂടി ഇട്ടിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അല്ലാതെ തന്നെ ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പം ഞാനതൊന്ന് നന്നായിട്ട് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് എണ്ണയിൽ വറുത്ത് കോരാം. ഇതിനങ്ങനെ പ്രത്യേകിച്ച് ഷേപ്പൊന്നും ആക്കണമെന്നില്ല കേട്ടോ, ജസ്റ്റ് നമ്മളിങ്ങനെ ഈ പിച്ചിനുള്ളിൽ എടുക്കില്ലേ, അതുപോലെ എടുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് ഇവിടെ ഇരിക്കട്ടെ, ഞാൻ ഈ കൈ ഒന്ന് കഴുകിയിട്ട് വരാം കേട്ടോ. നമുക്കപ്പോൾ ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് വേണം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് വേണ്ടി ഞാൻ കൈ ഇങ്ങനെ ഒന്ന് നനച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എപ്പോഴും കയ്യിലൊരു നനവ് ഉണ്ടാവണം, അപ്പോഴത് നമുക്ക് കറക്റ്റായിട്ട് എടുത്ത് അതിലേക്ക് ഇടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇത് കയ്യിൽ നിറയെ ഒട്ടിപ്പിടിക്കാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ചെറിയൊരു ഇതിൽ എടുക്കുക, ഇത്രയും പോർഷൻ എടുത്താൽ മതി. അങ്ങനെ കുറേശ്ശെ എടുത്തിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു എണ്ണ ചീനച്ചട്ടിയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയിൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാനിതിപ്പോൾ ചൂടായ എണ്ണയിലേക്ക് ഇതിങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ.
ഇതാ അപ്പോൾ ഇട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് ഇത് ഇളക്കി കൊടുക്കാം. ഇളക്കല്ല, ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അത് ചിലപ്പോൾ അടുക്കി ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം അതിൽ ടച്ച് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതായി തുടങ്ങിയിട്ടുണ്ട്. ഞാനപ്പോൾ അത് എല്ലാം എണ്ണയിൽ നിന്ന് വറുത്ത് കോരിയിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കളറിലാണ് ഇത് ഇരിക്കേണ്ടത് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് അത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് വേറെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. വീണ്ടും നമുക്ക് കൈ ഒന്ന് നനച്ചതിന് ശേഷം മാത്രം ഇതിലേക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ എല്ലാതും നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ ആ ബ്രെഡ് പക്കോട എല്ലാം ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഉൾവശം നല്ല സോഫ്റ്റായിട്ടും പുറം വശം നല്ല ക്രിസ്പി ആയിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം, ഈ ഈസി റെസിപ്പി. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സൂസ് കിച്ചൺ.